ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കഥയിലൂടെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാം. ഇന്നത്തെ കഥയുടെ പേര് ദ ബ്രോക്കൺ ചെയർ, ഒടിഞ്ഞ കസേര. നമുക്ക് പേര് കേട്ടപ്പോഴേ മനസ്സിലായി ഇത് ഒരു രസകരമായ ഒരു കഥയാണ്. നമുക്ക് ഈ ഒരു കഥയിലൂടെ നമുക്ക് ഓരോ സെൻറ്റൻസിൻ്റെ അർത്ഥം നല്ല പോലെ മനസ്സിലാക്കി നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, നമുക്ക് നല്ലപോലെ പഠിക്കാം. അത് മാത്രമല്ല, നമുക്ക് ഒരു ടെൻസിൽ നിന്ന് വേറൊരു ടെൻസിലോട്ട് നമുക്ക് എങ്ങനെ മാറ്റാം, പിന്നെ നമുക്ക് ഓപ്ഷൻ വൈസ് നമുക്ക് ഏത് സെലക്ട് ചെയ്ത് എഴുതാം, ഇതൊക്കെ നമുക്ക് ഈ ഒരു കഥയിലൂടെ നമുക്ക് പഠിക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് പോയിന്റ് പഠിച്ചാലോ. ഫസ്റ്റ് പോയിന്റ്, രവി ഒരു ആശാരിയെ വിളിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ആശാരിക്ക് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? കാർപ്പൻ്റർ. ആശാരി കാർപ്പൻ്റർ. വിളിക്കുക എന്ന് പറഞ്ഞാൽ കോൾ. അപ്പോൾ ഇവിടെ വിളിച്ചു, ഓൾറെഡി വിളിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കോളിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് ആൻഡ് സെൻറ്റൻസിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. രവി ഒരു ആശാരിയെ വിളിച്ചു. നമുക്ക് എങ്ങനെ എഴുതാം? രവി, അപ്പോൾ വിളിക്കുക എന്ന് വെച്ചാൽ എന്താ? കോൾ. അപ്പോൾ ഇവിടെ വിളിച്ചു എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ കോളിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം എന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാം. അപ്പോൾ ഈ കോൾ എന്നതൊരു പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒരു പാസ്റ്റ് ഫോമിലോട്ട് ആക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാക്കാം? CALLED, കോൾഡ്. കാര്യം വിളിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ കോൾഡ് ആക്കി. അപ്പം ഞാൻ ഈ കോൾഡ് ഇവിടെ ആക്കാൻ പോവാണ്. രവി കോൾഡ്. കാര്യം വിളിച്ചു എന്നാണ്. വിളിക്കുക എന്ന് പറഞ്ഞാൽ കോൾ. ഇവിടെ വിളിച്ചു എന്നായിട്ട് കോൾഡ് എഴുതി. രവി കോൾഡ് ഈ ഒരു ആശാരി. അപ്പോൾ ഈ ഒരു എന്നുള്ളതിനാണ് ഞാനിവിടെ എ എഴുതിയത്. ഒരു ആശാരി. അപ്പോൾ ആശാരിക്ക് നമ്മൾ എങ്ങനെയാണ് പറയുക? കാർപ്പൻ്റർ. CARPENTER. കാർപ്പൻ്റർ, ആശാരി. രവി കോൾഡ് എ കാർപ്പൻ്റർ. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് രവിയാണ് സബ്ജക്റ്റ്. വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? കോൾഡ് ആണ് വെർബ്. ഇവിടെ വെർബ് എന്ന് എഴുതി. അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? രവി കോൾഡ് എ കാർപ്പൻ്റർ. രവി ഒരു ആശാരിയെ വിളിച്ചു. അപ്പോൾ വിളിക്കുക എന്ന് പറഞ്ഞാൽ കോളാണ്. നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി. അപ്പോൾ നമുക്കൊന്നിച്ചൊന്നും കൂടെ പറയാം. രവി ഒരു ആശാരിയെ വിളിച്ചു. രവി കോൾഡ് എ കാർപ്പൻ്റർ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ആശാരി അവൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ആശാരി കാർപ്പൻ്റർ. അവൻ്റെ വീട്, ഹിസ് ഹൗസ്. അപ്പോൾ വരിക എന്ന് വെച്ചാൽ എന്താ? കം. അപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു പ്രസൻറ്റ് സിറ്റുവേഷൻ, ഇപ്പോഴത്തെ ഒരു കാര്യമാണ് പറയുന്നത്. അത് മാത്രമല്ല, അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു കണ്ടിന്യൂറ്റിയും കൂടി ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസിനെ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആശാരി അവൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എഴുതാം ദ കാർപ്പൻ്റർ. ആശാരി, ദ കാർപ്പൻ്റർ. അപ്പോൾ ഇനി ഞാൻ ഓപ്ഷനിൽ എഴുതാം. നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് നോക്കുക. ജസ്റ്റ് ഗസ് ഞാൻ തന്നെ എഴുതാം. ദ കാർപ്പൻ്റർ. അപ്പോൾ ഇവിടെ ആറുണ്ട്. ആർ, ആം, വാസ്, ഈസ്. അപ്പോൾ നമുക്കിവിടെ ഏതെഴുതാം? നമുക്കിവിടെ ദ കാർപ്പൻ്റർ. അപ്പോൾ ഈ കാർപ്പൻ്റർ എന്ന് പറയുന്നത് ഒറ്റ ഒരാളെ പറയുന്നുള്ളൂ. കാർപ്പൻറ്റേഴ്സ് കുറേ ആശാരിമാരില്ല. ജസ്റ്റ് ഒരാശാരിയുടെ കാര്യമേ പറയണുള്ളൂ. അപ്പം ഇവിടെ നമുക്ക് ആർ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പം പിന്നെ എന്താ? ആം നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യണം? നമ്മൾ ഐയുടെ കൂടെയാണ് കൂടുതൽ ആം യൂസ് ചെയ്യണത്. അപ്പം ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ആമിൻ്റെ ആവശ്യമില്ല. പിന്നെ വാസുണ്ട്, ഈസുണ്ട്. അപ്പം ഇത് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്കിവിടെ വാസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇത് ഈ ഒരു സെൻറ്റൻസ് കിടക്കണതേ പ്രസൻറ്റ് സിറ്റുവേഷനാണ്. നമ്മൾ വാസ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിലാണ്. കാര്യം ഒരു കഴിഞ്ഞു പോയ കാര്യത്തെ പറ്റി പറയുമ്പോഴല്ലേ നമ്മൾ വാസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും പറ്റില്ല. അപ്പം ഇവിടെ നമ്മൾ ഈസ് യൂസ് ചെയ്താണ് എഴുതാൻ പോകുന്നത്. ദ കാർപ്പൻ്റർ ഈസ്. അപ്പം ഇനി ഇവിടുത്തെ വെർബ് എന്താ? അപ്പോൾ വെർബ് എന്ന് വെച്ചാൽ എന്താ? വരിക എന്ന് പറഞ്ഞാൽ കം എന്നാണ്. വരിക, കം. അപ്പം ഈ കമ്മിനെ, വെർബിനെ നമ്മളിവിടെ ING ആഡ് ചെയ്യും. വെർബിൻ്റെ കൂടെ ING ആഡ് ചെയ്തിട്ടാണ് എഴുതുന്നത്. കാര്യം എന്താ? കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഞാൻ ഇവിടെ എഴുതാം. അപ്പം നിങ്ങൾക്ക് ഇച്ചിരി ക്ലിയർ ആയിട്ട് കിട്ടും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. സബ്ജക്റ്റ് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പോൾ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ്, ഞാൻ ഫുൾ എഴുതുന്നില്ല, ജസ്റ്റ് ഷോർട്ട് ഫോം ആയിട്ട് എഴുതാം, പ്ലസ് വെർബ് പ്ലസ് ING. ഫോം വെർബ് പ്ലസ് ING. അപ്പം ഇതാണ് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് സ്ട്രക്ചർ. ഞാൻ ഫുൾ എഴുതിയിട്ടില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മ വെക്കാൻ വേണ്ടി ഇത്ര ഞാൻ എഴുതി. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ?
ദ കാർപ്പൻ്റർ ആണ് സബ്ജക്റ്റ്. അപ്പോൾ ഈ സബ്ജക്റ്റിലൂടെ നമുക്ക് ഈസ് ആം ആർ ഏതേലും എഴുതാം. നമുക്ക് ആ സബ്ജക്റ്റ് അനുസരിച്ചിട്ട് സബ്ജക്റ്റ് എന്താണ് അതനുസരിച്ചിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈസ് ആണ് എഴുതിയത്. അപ്പോൾ നമ്മൾ ഈസ് എഴുതി ഇവിടെ. പിന്നെ എന്താ പിന്നെ ഇതിൽ പറയുന്നത്, അപ്പോൾ ആമോ ആറൊന്നും നമ്മൾ എഴുതിയില്ല. അപ്പം ഇത് കട്ട് ചെയ്തേക്കാം. പിന്നെ ഇതിൽ പറയണത് വെർബിൻ്റെ കൂടെ ഐ എൻ ജി എന്ന്. അപ്പോൾ ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ കമ്മാണ്. അപ്പോൾ നമ്മൾ കമ്മിൻ്റെ കൂടെ ഐ എൻ ജി യൂസ് ചെയ്തിട്ട് അതിനെ കമ്മിങ് എന്നാക്കണം. അപ്പം ഇവിടെ അപ്പം ഞാനിവിടെ ഈ കമ്മിൻ്റെ ഈ റബ്ബ് ചെയ്തിട്ട് ഞാൻ ഐ എൻ ജി ആഡ് ചെയ്യാൻ പോവാണ്. കമ്മിങ്. ദ കാർപ്പൻ്റർ ഈസ് കമ്മിങ്. ഇങ്ങനെ എഴുതാം. ഓക്കെ, ദ കാർപ്പൻ്റർ ഈസ് കമ്മിങ്. അപ്പം ആശാരി അവൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ദ കാർപ്പൻ്റർ ഈസ് കമ്മിങ് ടു ഹിസ് ഹൗസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഞാനിത് ഡീപ്പായിട്ട് പറഞ്ഞത്. ചിലരെങ്കിലും വിചാരിക്കും ഇതെങ്ങനെ നമ്മൾ ഐ എൻ ജി ആഡ് ചെയ്തു, എങ്ങനെ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയത്? ദ കാർപ്പൻ്റർ ഈസ് കമ്മിങ് ടു ഹിസ് ഹൗസ്. ആശാരി അവൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോഴേ നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ സബ്ജക്റ്റ് അനുസരിച്ച് ഇവിടെ ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം യൂസ് ചെയ്തിട്ട് നമുക്ക് വെർബിൻ്റെ കൂടെ ഐ എൻ ജി യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് എഴുതാൻ പറ്റിയൊരു സെൻറ്റൻസ് ആണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിച്ചാലോ? നെക്സ്റ്റ് പോയിന്റ്, കസേരയ്ക്ക് എന്താണ് പറ്റിയതെന്ന് ആശാരി അവനോട് ചോദിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ചോദിക്കുക എന്ന് വെച്ചാൽ എന്താ? ആസ്ക്. അപ്പോൾ ഇവിടെ ചോദിച്ചു എന്നാണ്. അപ്പോൾ നമുക്ക് ആസ്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കസേരയ്ക്ക് എന്താണ് പറ്റിയതെന്ന് ആശാരി അവനോട് ചോദിച്ചു. ദ കാർപ്പൻ്റർ. കാർപ്പൻ്റർ എന്ന് വെച്ചാൽ ആശാരി. ദ കാർപ്പൻ്റർ. അപ്പോൾ ചോദിക്കുക എന്ന് വെച്ചാൽ എന്താ? ഇത് NTER ആണ്, ആണ് കേട്ടോ. അപ്പോൾ ചോദിക്കുക എന്ന് വെച്ചാൽ ആസ്ക് ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചു എന്നാണ്. അപ്പോൾ ഞാൻ ആസ്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം എനിക്ക് ആക്കണം. ആസ്ക്ഡ് ആക്കി. ദ കാർപ്പൻ്റർ ആസ്ക്ഡ്. ആരോടാണ് ചോദിച്ചത്? അവനോട് ചോദിച്ചു. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട് അവനോട്. അപ്പോൾ നമുക്കിവിടെ അവനോട് എന്നുള്ളതിന് നമുക്കിവിടെ ഹിം എഴുതാം. ദ കാർപ്പൻ്റർ ആസ്ക്ഡ് ഹിം. അപ്പം ഇനി എന്താ എഴുതാൻ പോണേ? കസേരയ്ക്ക് എന്താണ് പറ്റിയത്. അപ്പം ഇതാണ് ചോദിച്ചത്, കസേരയ്ക്ക് എന്താണ് പറ്റിയത്. അപ്പോൾ നമുക്ക് എഴുതാം വാട്ട് വാസ് റോങ് വിത്ത് ദ ചെയർ. വാട്ട് വാസ് റോങ് വിത്ത് ദ ചെയർ. അപ്പം ഇതൊരു സിമ്പിൾ ആൻഡ് നാച്ചുറൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയൊരു സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? ദ കാർപ്പൻ്റർ ആസ്ക്ഡ് ഹിം വാട്ട് വാസ് റോങ് വിത്ത് ദ ചെയർ. കസേരയ്ക്ക് എന്താണ് പറ്റിയതെന്ന് ആശാരി അവനോട് ചോദിച്ചു. അപ്പം ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. നമുക്ക് ഈ ഒരു സെൻറ്റൻസ് പല രീതികളിൽ എഴുതാം. പക്ഷേ എനിക്ക് ഒത്തിരി സിമ്പിളായിട്ട് തോന്നിയൊരു സെൻറ്റൻസ് ആണ് ഞാൻ എഴുതിയത് ഇവിടെ. അപ്പോൾ കസേരയ്ക്ക് എന്താണ് പറ്റിയതെന്ന് ആശാരി അവനോട് ചോദിച്ചു. ദ കാർപ്പൻ്റർ ആസ്ക്ഡ് ഹിം വാട്ട് വാസ് റോങ് വിത്ത് ദ ചെയർ. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, രവി അവനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവനോട്. അപ്പോൾ അവൻ എന്ന് പറയാം, നമുക്ക് ഹീ എന്ന് പറയാം. ഇവിടെ അവനോട് എന്നാണ് നമുക്ക് ഹിം യൂസ് ചെയ്ത് പറയാം. ഹിം. രവി അവനോട് നടന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ നോക്കാം? ദ ഹോൾ സ്റ്റോറി. അപ്പം രവി അവനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? രവി. അപ്പം ഇവിടെ പറയുക എന്ന് വെച്ചാൽ എന്താ? പറയുക എന്ന് വെച്ചാൽ ടെല്ലാണ്. ഇവിടെ ഞാൻ 6 ക്ലിയറായിട്ട് എഴുതിയതാണ്. അപ്പോൾ പറയുക എന്ന് വെച്ചാൽ ടെൽ. അപ്പം ഇവിടെ പറഞ്ഞു എന്നായിട്ട് ഞാൻ ടെല്ലിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ട് ആക്കാം. ടോൾഡ്. അപ്പം ടെല്ലിൻ്റെ പാസ്റ്റ് ഫോം ടോൾഡ് ആണ് ഞാൻ ഇവിടെ എഴുതാൻ പോണത്. രവി ടോൾഡ്. അപ്പം ആരോടാണ്? അവനോട്. അപ്പം ഞാൻ എഴുതി അവനോട്. രവി ടോൾഡ് ഹിം. എന്താണ്? നടന്ന കാര്യങ്ങളെല്ലാം എന്നുള്ളതിനാണ് ഞാനിവിടെ രവി ടോൾഡ് ഹിം ദ ഹോൾ സ്റ്റോറി. ഇവിടെ നിങ്ങൾക്ക് കാണാമോ? ഓക്കെ, രവി ടോൾ, ഞാൻ ക്ലിയർ ആയിട്ട് ഓക്കെ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. രവി ടോൾഡ് ഹിം ദ ഹോൾ സ്റ്റോറി. രവി അവനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. രവി ടോൾഡ് ഹിം ദ ഹോൾ സ്റ്റോറി. അപ്പം നമുക്കിനി നമ്മളിവിടെ എന്ത് ചെയ്യും? നമ്മൾ ടെല്ലിനൊന്ന് പ്രസൻറ്റ് ഫോമായ ഒരു ടെല്ലിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ടോൾഡ് ആക്കി മാറ്റിയിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് എഴുതിയത്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, കസേര ശരിയാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? നമുക്ക് നോക്കാം. ലെറ്റ് മീ ചെക്ക്. ഞാനൊന്ന് നോക്കട്ടെ. ലെറ്റ് മീ ചെക്ക്
ഇനി എന്താ എഴുതാൻ പോണേ? കസേര ശരിയാക്കാൻ പറ്റുമോ? അപ്പം നമുക്ക് എഴുതാം ലെറ്റ് മീ ചെക്ക് ഇഫ് ഐ ക്യാൻ ഫിക്സ് ദ ചെയർ. ലെറ്റ് മീ ചെക്ക് ഇഫ് ഐ ക്യാൻ ഫിക്സ് ദ ചെയർ. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? കസേര ശരിയാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ലെറ്റ് മീ ചെക്ക് ഇഫ് ഐ ക്യാൻ ഫിക്സ് ദ ചെയർ. നെക്സ്റ്റ് പോയിന്റ്, കസേര ഒടിഞ്ഞിട്ടില്ല. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ ഇതൊരു ചെറിയ സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദ ചെയർ കസേര ഒടിഞ്ഞിട്ടില്ല. ദ ചെയർ ഈസ് നോട്ട്, ഇത് എന്നാണ് കേട്ടോ. ദ ചെയർ ഈസ് നോട്ട് ബ്രോക്കൺ. അപ്പം ഇവിടെ നമ്മൾ ഒടിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ബ്രേക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രോക്കൺ എന്നാണ് എഴുതിയത്. അപ്പം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ബ്രേക്കിൻ്റെ 3 ഫോംസ് പഠിക്കാം. ബ്രേക്കിൻ്റെ 3 ഫോംസ് എന്തൊക്കെയാണ്? ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ ആണ് ബ്രേക്കിൻ്റെ 3 ഫോംസ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയത്? കസേര ഒടിഞ്ഞിട്ടില്ല. ദ ചെയർ ഈസ് നോട്ട് ബ്രോക്കൺ. നെക്സ്റ്റ് പോയിന്റ്, ആശാരി അവനോട് പറഞ്ഞു കസേരയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ആശാരി കാർപ്പൻ്റർ അവനോട്. അപ്പം അവൻ എന്ന് പറയുമ്പം ഹി, അവനോട് എന്നാകുമ്പോൾ നമുക്ക് ഹിം എഴുതാം. പറയുക എന്ന് വെച്ചാൽ ടെൽ, പറഞ്ഞു എന്നാകുമ്പോൾ നമുക്ക് ടെല്ലിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതാം. അപ്പം ഈ പറയുക എന്നുള്ളത് നമുക്ക് സേ എന്നും പറയാം. അപ്പം നമുക്കിവിടെ എന്തുകൊണ്ടാണ് ഞാൻ സേ എഴുതാൻ കാര്യം, ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അവനോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ടെൽ യൂസ് ചെയ്യുന്നത്. കാര്യം എന്താ? കാര്യം ഇവിടെ നമുക്ക് അവനോട് പറഞ്ഞു. ഇപ്പം ആശാരി പറഞ്ഞു എന്നായിരുന്നെങ്കിൽ ഞാനിവിടെ സേ യൂസ് ചെയ്ത് എഴുതായിരുന്നു. പക്ഷെ അവനോട് പറഞ്ഞു എന്നായതുകൊണ്ടാണ് ഞാനിവിടെ ടെൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം കസേരയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ആശാരി അവനോട് പറഞ്ഞു കസേരയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം എങ്ങനെ എഴുതാം? ദ ആശാരി കാർപ്പൻ്റർ. ദ കാർപ്പൻ്റർ. അപ്പോൾ പറയുക എന്ന് വെച്ചാൽ എന്താ? ഞാൻ പറഞ്ഞു ടെൽ എന്നാണ് പറയുക. പ്രസൻറ്റ് ഫോമാണ് ടെൽ. അപ്പം ഈ ടെല്ലിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പം ടെൽ എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ നമുക്ക് ടെല്ലിൻ്റെ അതിന് മുമ്പായിട്ട് നമുക്ക് ടെല്ലിൻ്റെ 3 ഫോംസ് എന്തൊക്കെയാണെന്ന് കൂടെ പഠിക്കാം. അപ്പോൾ ടെല്ലിൻ്റെ 3 ഫോംസ് എന്തൊക്കെയാണ്? ടെൽ, ടോൾഡ്, ടോൾഡ്. അപ്പോൾ ടെല്ലിൻ്റെ 3 ഫോംസ് ഓർക്കുക. ടെൽ, ടോൾ, ടോൾഡ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എഴുതാൻ പോണത്? നമ്മൾ സെക്കൻഡ് ഫോമാണ് യൂസ് ചെയ്യണത്, ദ കാർപ്പൻ്റർ. അപ്പോൾ ടെല്ലിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി. കാര്യം ടെൽ എന്ന് പറഞ്ഞ പ്രസൻറ്റ് ഫോമാണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഈ ഒരു സെൻറ്റൻസ് കിടക്കുന്നത് ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിലാണ്. അപ്പോൾ നമുക്ക് ടെല്ലിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. ദ കാർപ്പൻ്റർ ടോൾഡ്. അപ്പം അവനോട് പറഞ്ഞു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ദ കാർപ്പൻ്റർ ടോൾഡ് ഹിം. ദ കാർപ്പൻ്റർ ടോൾഡ് ഹിം. എന്താണ് പറഞ്ഞത്? അതിന് ഇൻവെർട്ടഡ് കോമയിൽ എഴുതാം. ദ ചെയർ ഈസ്. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? കസേരയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് സിമ്പിളായിട്ട് പറയാം ദ ചെയർ ഈസ് ഫൈൻ. ദ ചെയർ ഈസ് ഫൈൻ. അപ്പം ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്തു. അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? ദ കാർപ്പൻ്റർ ടോൾഡ് ഹിം ദ ചെയർ ഈസ് ഫൈൻ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു ടെല്ലിൻ്റെ 3 ഫോംസ് പഠിച്ചു. ടെൽ, ടോൾഡ്, ടോൾഡ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ സേ എഴുതാഞ്ഞെന്ന് പറഞ്ഞു? കാര്യം അവനോട് പറഞ്ഞു എന്നാണ്. ആശാരി പറഞ്ഞു എന്നായിരുന്നെങ്കിൽ ഞാനിവിടെ സേ യൂസ് ചെയ്ത് എഴുതായിരുന്നു. പക്ഷേ ഇവിടെ അവനോട് പറഞ്ഞു എന്നായതുകൊണ്ടാണ് ഞാൻ ടെൽ യൂസ് ചെയ്തത്. അപ്പം ടെല്ലിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ പാസ്റ്റ് ഫോം ആക്കിയിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് എഴുതിയത്. അപ്പോൾ നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറയാം. ആശാരി അവനോട് പറഞ്ഞു കസേരയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ദ കാർപ്പൻ്റർ ടോൾഡ് ഹിം ദ ചെയർ ഈസ് ഫൈൻ. ദ കാർപ്പൻ്റർ ടോൾഡ് ഹിം ദ ചെയർ ഈസ് ഫൈൻ. നെക്സ്റ്റ് പോയിന്റ്, രവി പറഞ്ഞു കസേര ഒടിയുന്നത് ഞാൻ കണ്ടു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. പറയുക എന്ന് വെച്ചാൽ എന്താ? സേ. പക്ഷേ ഇവിടെ പറഞ്ഞു എന്നാണ്. അപ്പോൾ നമുക്ക് സേയെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പോൾ എന്താ പറഞ്ഞത്? കസേര ഒടിയുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ ഒടിയുക എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ബ്രേക്ക്. ഒടിയുക, ബ്രേക്ക്. പിന്നെന്താ പറയണേ? ഞാൻ കണ്ടു. അപ്പോൾ കാണുക എന്ന് വെച്ചാൽ എന്താ? സീ. അപ്പോൾ നമുക്ക് സിയെയും കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. രവി പറഞ്ഞു കസേര ഒടിയുന്നത് ഞാൻ കണ്ടു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? രവി. അപ്പം പറയുക എന്ന് വെച്ചാൽ എന്താ? സേ. പറയുക എന്ന് വെച്ചാൽ ഇവിടെ എഴുതാം സേ. അപ്പം ഇവിടെ പറഞ്ഞു എന്നാണ് ഞാൻ സേയെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിൽ എഴുതാം. സെഡ്. അപ്പം സേ പറയുക, സെഡ് പറഞ്ഞു. അപ്പം ഞാനിവിടെ എഴുതാൻ പോണത് രവി സെഡ്. രവി സെഡ് എന്താണ് പറഞ്ഞത്? അപ്പോൾ ഒരു കോമ ഇട്ടിട്ട് ഇൻവെർട്ടഡ് കോമയിൽ എഴുതാം. ഞാൻ കണ്ടു എന്നല്ലേ? കസേര ഒടിയുന്നത് ഞാൻ കണ്ടു. അപ്പം കാണുക അത് ഞാനിവിടെ എഴുതാം.
അപ്പോൾ കാണുക എന്ന് വെച്ചാൽ എന്താ? കാണുക എന്ന് വെച്ചാൽ സീ എന്നാണ്. അപ്പോൾ നമുക്കിവിടെ സിയെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പം ഇവിടെ അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് സിയുടെ 3 ഫോംസും കൂടെ നമുക്കിവിടെ പഠിക്കാം. അപ്പം അതും കൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ സിയുടെ 3 ഫോംസ് എന്തൊക്കെയാണ്? സി, ഇപ്പോൾ സി എന്ന് വെച്ചാൽ എന്താ? പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ സിയുടെ 3 ഫോംസ് സി, സാ, സീ. അപ്പോൾ സിയുടെ 3 ഫോംസ് എന്തൊക്കെയാണ്? സി, സാ, സീൻ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? അപ്പം ഇവിടെ നമ്മൾ സെക്കൻഡ് ഫോമായ സായാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അത് പ്രത്യേകിച്ച് ഓർക്കുമ്പോൾ സിയുടെ 3 ഫോംസ് എന്തൊക്കെയാണ്? സി, സാ, സീൻ. അപ്പോൾ എപ്പോൾ ആര് ചോദിച്ചാലും പെട്ടെന്ന് പറയണം സി, സാ, സീൻ. അപ്പം നമ്മളിത് ബൈ ഹേർട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കി വെച്ചിരുന്നാലും മതി. അപ്പം രവി സെഡ്, നമ്മൾ എങ്ങനെ എഴുതാൻ പോണേ? രവി സെഡ് ഐ. ഇപ്പോൾ ഇവിടെ സെക്കൻഡ് ഫോമായ സായാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. രവി സെഡ് ഐ സാ ദ ചെയർ ബ്രേക്ക്. Ravi said I saw the chair break. രവി പറഞ്ഞു കസേര ഒടിയുന്നത് ഞാൻ കണ്ടു. രവി said I saw the chair break. അപ്പോൾ ഇവിടെ നമ്മൾ സിയുടെ 3 ഫോംസ് പഠിച്ചു. സി, സാ, സീൻ. പിന്നെ നമ്മൾ സേയെ കൺവേർട്ട് ചെയ്ത് സെഡ് ആക്കി മാറ്റിയിട്ടാണ് നമ്മളിവിടെ എഴുതിയത്. അപ്പോൾ ഇവിടെ അല്ല, ഇവിടെ ജസ്റ്റ് ഞാൻ റബ്ബ് ചെയ്യാണ്. ഞാൻ സിയുടെ കാര്യം ഇവിടെ എഴുതാൻ വന്നായിരുന്നു, പക്ഷെ അത് നമ്മൾ മുകളിൽ എഴുതി. പിന്നെ അപ്പോൾ നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറയാം. രവി പറഞ്ഞു കസേര ഒടിയുന്നത് ഞാൻ കണ്ടു. രവി സെഡ് ഐ സാ ദ ചെയർ ബ്രേക്ക്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ആശാരി പറഞ്ഞു നിനക്ക് തോന്നിയതായിരിക്കും. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? പറയുക എന്ന് വെച്ചാൽ സേ. ഇവിടെ പറഞ്ഞു എന്നായിട്ട് നമുക്ക് സേയെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. എന്താ പറഞ്ഞത്? നിനക്ക് തോന്നിയതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആശാരി പറഞ്ഞു നിനക്ക് തോന്നിയതായിരിക്കും. ദ കാർപ്പൻറ്റർ. ഇപ്പോൾ പറയുക എന്ന് വെച്ചാൽ എന്താ? സേ. അപ്പോൾ ഇവിടെ പറഞ്ഞു എന്നായിട്ട് നമുക്ക് സേ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എഴുതാം സേ എന്ന് പറയുന്നൊരു പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്ത് സെഡ് എഴുതാം. അപ്പം സേ എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോം, സെഡ് പാസ്റ്റ് ഫോം. ദ കാർപ്പൻറ്റർ സെഡ്. എന്താണ് പറഞ്ഞത്? നമുക്കിവിടെ ജസ്റ്റ് ഇൻവേർട്ടഡ് കോമ ഇട്ടിട്ട് എഴുതാം. എന്താ എഴുതാൻ പോണേ? You probably imagined it. അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? ഇവിടെ ഇപ്പുറത്ത് എഴുതാം, സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. You probably imagined it. The carpenter said you probably imagined it. അപ്പം നമ്മളിത് എങ്ങനെയാണ് എഴുതിയത്? The carpenter said you probably imagined it. അപ്പോൾ ഇവിടെ probably എന്ന് വെച്ചാൽ എന്താ മീനിങ് ആയിട്ട് വരിക? ഒരു പക്ഷേ, അല്ലെങ്കിൽ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആയിരിക്കും. അപ്പം അത് ഓർത്ത് വെച്ചേക്കുക. പ്രോബബ്ലി എന്ന് ഞാൻ പറഞ്ഞത് ഓർത്ത് വെച്ചേക്കുക. ഒരു പക്ഷേ, അല്ലെങ്കിൽ സാധ്യതയുണ്ട്, ആയിരിക്കും, ഇങ്ങനെയുള്ള വേർഡ്സ് വന്നു കഴിഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് പ്രോബബ്ലി യൂസ് ചെയ്ത് എഴുതാം. പിന്നെ ഇമാജിൻ എന്ന് വെച്ചാൽ എന്താ? ഇമാജിൻ എന്ന് വെച്ചാൽ സങ്കല്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുക. അപ്പം ഇത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഒന്നും കൂടെ പറയാം. ആശാരി പറഞ്ഞു നിനക്ക് തോന്നിയതായിരിക്കും. ദ കാർപ്പൻറ്റർ സെഡ് യു പ്രോബബ്ലി ഇമാജിൻഡ് ഇറ്റ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ആകെ ആശയക്കുഴപ്പത്തിലായി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ആകെ നമുക്ക് എങ്ങനെ പറയാം? നമുക്കിവിടെ ടോട്ടലി എന്ന് എഴുതാം. ആകെ, ടോട്ടലി. ആശയക്കുഴപ്പം നമുക്ക് പറയാം കൺഫ്യൂസ്. ഇവിടെ ആശയക്കുഴപ്പത്തിലായി എന്നാണ്. അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് ഓൾറെഡി ഒരു കഴിഞ്ഞു പോയ കാര്യത്തെ പറ്റിയാണ് പറയണത്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. രവി ആകെ ആശയക്കുഴപ്പത്തിലായി. അപ്പം നമുക്ക് എഴുതാം രവി. അപ്പം ഇനി ഇവിടെ ഓപ്ഷനിൽ എഴുതാം. അപ്പം നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യുക നമുക്കിവിടെ എന്ത് എഴുതാമെന്ന്. ഇവിടെ ഈസ് ഉണ്ട്, വാസ്, വേർ. അപ്പോൾ നമുക്കിവിടെ ഏത് സെലക്ട് ചെയ്യാം? അപ്പോൾ ഇവിടെ നമുക്ക് ഈസ് പറ്റത്തില്ല. കാര്യം ഈസ് എന്ന് എപ്പോഴും നമ്മളൊരു പ്രസൻറ്റ് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യണമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് ഓൾറെഡി ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈസ് പറ്റില്ല. പിന്നെ നമുക്ക് വേർ ഉണ്ട്, വാസ് ഉണ്ട്, വാസും വേറും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഏത് യൂസ് ചെയ്യാം? ഇവിടെ നമുക്ക് വേറും പറ്റില്ല. വേറെന്താ പറ്റാത്തത്? കാര്യം രവി എന്ന് പറയുന്നത് ഒറ്റ ഒരാളേ ഉള്ളൂ, ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് വേർ യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ രവി സിംഗുലാർ സബ്ജക്റ്റ് ആണ്. പ്ലൂറൽ എന്ന് വെച്ചാൽ എന്താ? ഒന്നിൽ കൂടുതലുള്ളതിനെയാണ് പ്ലൂറൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറ്റത്തില്ല വേർ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യണം? വാസ്. ഇവിടെ വാസ് യൂസ് ചെയ്യണമാണ് എഴുതുന്നത്. രവി വാസ്. അപ്പോൾ ആകെ എന്നുള്ളതിന് എന്താ എഴുതാൻ പോണത്? ടോട്ടലി. രവി വാസ് ടോട്ടലി ആശയക്കുഴപ്പത്തിലായി. അപ്പം നമുക്കെങ്ങനെ എഴുതാം? കൺഫ്യൂസ്ഡ്. അപ്പം കൺഫ്യൂസ് എന്ന് വെച്ചാൽ ആശയക്കുഴപ്പം. അപ്പോൾ ഇവിടെ ഓൾറെഡി ആശയക്കുഴപ്പത്തിലായി എന്നല്ലേ. അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി, കൺഫ്യൂസ്ഡ് എന്നാക്കി. നിങ്ങൾക്ക് കാണാം ഡി എഴുതിയിരിക്കണേ. അപ്പോൾ കൺഫ്യൂസ്ഡ്. അപ്പോൾ രവി വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്.
അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? രവി ആകെ ആശയക്കുഴപ്പത്തിലായി. രവി വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. അപ്പോൾ ഇവിടെ നമ്മൾ വാസ് ആണ് യൂസ് ചെയ്ത കാര്യം എന്താ നമ്മൾ പറഞ്ഞു, ഒരു സിംഗുലാർ സബ്ജക്റ്റാണ് രവി, അതുകൊണ്ടാണ് നമ്മളിവിടെ വാസ് യൂസ് ചെയ്ത് എഴുതിയത്. അപ്പോൾ നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറയാം. രവി ആകെ ആശയക്കുഴപ്പത്തിലായി. രവി വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ആശാരി രവിയുടെ വീട്ടിൽ നിന്ന് പോയി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? ദ കാർപ്പൻറ്റർ. കാർപ്പൻറ്റർ എന്ന് വെച്ചാൽ ആശാരി. ദ കാർപ്പൻറ്റർ. അപ്പം വീട്ടിൽ നിന്ന് പോയി. അപ്പോൾ വീട്ടിൽ നിന്ന് പോവുക എന്നുള്ളതിന് ഞാനിവിടെ എഴുതാൻ പോണത്. നമുക്ക് നോക്കാം. അപ്പം ഇവിടെ അതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കറിയാമല്ലോ ലീവ് എന്ന് വെച്ചാൽ എന്താ? പോവുക നമ്മൾ പറയില്ലേ, ലീവിന് നമ്മൾ പോവുക. അപ്പം അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് വിട്ട് പോവുക, ലീവ് നമുക്ക് പറയാം. അപ്പോൾ ഈ ലീവ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സെൻറ്റൻസ് എഴുതാം. അപ്പം ഇവിടെ നമുക്ക് ലീവിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കിയിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് എഴുതുന്നത്. കാര്യം എന്താ? കാര്യം ഇത് ഓൾറെഡി ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ലീവിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കാം. അപ്പോൾ ലീവിൻ്റെ പാസ്റ്റ് ഫോം എന്താ? അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ലീവിൻ്റെ 3 ഫോംസ് ഏതൊക്കെയാണെന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ലീവിൻ്റെ 3 ഫോംസ് എന്തൊക്കെയാണ്? ലീവ്, ലെഫ്റ്റ്, ലെഫ്റ്റ്. ലീവ്, ലെഫ്റ്റ്, ലെഫ്റ്റ്. അപ്പോൾ ഓർത്തിരിക്കുക, ലീവിൻ്റെ 3 ഫോംസ് ലീവ്, ലെഫ്റ്റ്, ലെഫ്റ്റ്. അപ്പോൾ ഇത് LEAVE ആണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാണ്. ചിലർക്ക് കൺഫ്യൂസ് ആവും. ഇത് എല്ലാണ്. അപ്പം ലീവ്, ലെഫ്റ്റ്, ലെഫ്റ്റ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതാൻ പോകണമെന്ന് നമുക്ക് നോക്കാം. ആശാരി രവിയുടെ വീട്ടിൽ നിന്ന് പോയി. അപ്പം നമുക്ക് എഴുതാം ദ കാർപ്പൻറ്റർ. അപ്പോൾ ഇവിടെ ഞാൻ ലീവ് എന്ന പ്രസൻറ്റ് ഫോമിനെ ഞാൻ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കിയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ലെഫ്റ്റ് എഴുതി ഞാൻ. ദ കാർപ്പൻറ്റർ ലെഫ്റ്റ്. പിന്നെ എന്താ എഴുതാൻ പോണേ? ദ കാർപ്പൻറ്റർ ലെഫ്റ്റ് രവീസ് ഹൗസ്. നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറയാം. ആശാരി രവിയുടെ വീട്ടിൽ നിന്ന് പോയി. ദ കാർപ്പൻറ്റർ ലെഫ്റ്റ് രവീസ് ഹൗസ്. ദ കാർപ്പൻറ്റർ ലെഫ്റ്റ് രവീസ് ഹൗസ്. അപ്പോൾ ഇവിടെ നമ്മൾ ലീവിൻ്റെ 3 ഫോംസ് പഠിച്ചു. ലീവ്, ലെഫ്റ്റ്, ലെഫ്റ്റ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, രവി ആ കസേരയിൽ വിഷമത്തോടെ ഇരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? വിഷമം, സാഡ്. ഇരിക്കുക എന്ന് വെച്ചാൽ എന്താ? സിറ്റ്. അപ്പം ഇവിടെ ഇരുന്നു എന്നാണ്. അപ്പം നമുക്ക് കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതാം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? രവി ആ കസേരയിൽ വിഷമത്തോടെ ഇരുന്നു. നമുക്ക് എഴുതാം രവി. അപ്പം ഇവിടെ ഇരിക്കുക എന്ന് വെച്ചാൽ എന്താ? ഇരിക്കുക എന്ന് വെച്ചാൽ പ്രസൻറ്റ് ഫോമാണ്, സിറ്റ്. പക്ഷേ ഇവിടെ ഇരുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് സിറ്റിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് സിറ്റിൻ്റെ 3 ഫോംസ് പഠിക്കാം. എന്തൊക്കെയാണ്? സിറ്റ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ആണ്, പ്രസൻറ്റ് ഫോം. അപ്പോൾ സിറ്റിൻ്റെ 3 ഫോംസ് നമുക്ക് നോക്കാം. സിറ്റ്, സാറ്റ്, സാറ്റ്. സിറ്റ്, സാറ്റ്, സാറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? രവി ആ കസേരയിൽ വിഷമത്തോടെ ഇരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് സിറ്റ് എഴുതാൻ പറ്റില്ല. കാര്യം സിറ്റ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഇവിടെ നമുക്ക് സാറ്റ് എഴുതാം. രവി സാറ്റ്. അപ്പോൾ രവി സാറ്റ് വിഷമത്തോടെ. അപ്പോൾ രവി സാറ്റ് സാഡ്ലി. നമുക്ക് എഴുതാം സാഡ്ലി. അപ്പോൾ വിഷമം എന്ന് വെച്ചാൽ സാഡ്. അപ്പോൾ ഇവിടെ വിഷമത്തോടെ എന്നായിട്ടാണ് നമ്മൾ സാഡ്ലി എന്ന് എഴുതിയത്. രവി സാറ്റ് സാഡ്ലി ഓൺ ദ ചെയർ. രവി സാറ്റ് സാഡ്ലി ഓൺ ദ ചെയർ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? രവി ആ കസേരയിൽ വിഷമത്തോടെ ഇരുന്നു. രവി സാറ്റ് സാഡ്ലി ഓൺ ദ ചെയർ. അപ്പോൾ ഇവിടെ നമ്മൾ സീറ്റിൻ്റെ 3 ഫോംസ് പഠിച്ചു. സിറ്റ്, സാറ്റ്, സാറ്റ്. അപ്പം നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറയാം. രവി ആ കസേരയിൽ വിഷമത്തോടെ ഇരുന്നു. രവി സാറ്റ് സാഡ്ലി ഓൺ ദ ചെയർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, പെട്ടെന്ന് അവൻ ഓർമ്മ വന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. പെട്ടെന്ന്, സഡൻലി. ഓർമ്മ വന്നു. അപ്പോൾ ഇവിടെ ഓർക്കുക എന്ന് വെച്ചാൽ എന്താ? റിമെമ്പർ. അപ്പോൾ ഇവിടെ ഞാൻ എന്താ എഴുതാൻ പോകണമെന്ന് നമുക്ക് നോക്കാം. ഓർമ്മ വന്നു. പെട്ടെന്ന് അവൻ ഓർമ്മ വന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സഡൻലി, പെട്ടെന്ന്. സഡൻലി ഹീ. ഓർമ്മ വന്നു എന്നുള്ളതിന് ഞാൻ എന്താ എഴുതാൻ പോണത്? റിമെമ്പേർഡ്. സഡൻലി ഹീ റിമെമ്പേർഡ്. പെട്ടെന്ന് അവൻ ഓർമ്മ വന്നു. സഡൻലി ഹീ റിമെമ്പേർഡ്. അപ്പോൾ ഇതൊരു ചെറിയ സിമ്പിൾ സെൻറ്റൻസ് ആണ്. പെട്ടെന്ന് അവൻ ഓർമ്മ വന്നു. സഡൻലി ഹീ റിമെമ്പേർഡ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഇത് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആണ്. അതെല്ലാം ഞാൻ ഇന്നലെ രാത്രി കണ്ട ഒരു സ്വപ്നം മാത്രമായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഇന്നലെ രാത്രി. നമുക്ക് പറയാം ലാസ്റ്റ് നൈറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം യെസ്റ്റർഡേ നൈറ്റ്. ഒരു സ്വപ്നം, എ ഡ്രീം. സ്വപ്നത്തിന് നമ്മൾ ഡ്രീം എന്ന് പറയും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം മാത്രമായിരുന്നു. അപ്പോൾ ഇവിടെ ആയിരുന്നു എന്ന് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് ഓൾറെഡി ഒരു കഴിഞ്ഞു പോയ കാര്യത്തെ പറ്റിയാണ് പറയണത്. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അതെല്ലാം ഞാൻ ഇന്നലെ രാത്രി കണ്ട ഒരു സ്വപ്നം മാത്രമായിരുന്നു. ഇറ്റ്
അപ്പോൾ ഇനി ഞാൻ എന്താ എഴുതാൻ പോണേന്ന് ഞാൻ ഓപ്ഷനിൽ എഴുതാം, നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈസ് ഉണ്ട്, വാസ്, വെയർ. അപ്പം നമുക്കിതിന് ഏതെഴുതാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റാണ് സബ്ജക്റ്റ്. ഞാൻ മുകളിൽ സബ്ജക്റ്റിന് ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം ഇനി ഈസ് ഉണ്ട്, വാസ് ഉണ്ട്, വെയർ ഉണ്ട്. നമുക്ക് എന്ത് യൂസ് ചെയ്ത് ഇവിടെ എഴുതാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഈസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യണത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസ് യൂസ് ചെയ്യാം. പക്ഷേ ഇത് ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ഈസ് പറ്റില്ല. പിന്നെ വാസ് ഉണ്ട്, വേറുണ്ട്. അപ്പം ഇവിടെ സബ്ജക്റ്റ് ഇറ്റാണെന്ന് എപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ വേർ പറ്റില്ല. കാര്യം വാസും വേറും ഒരു കഴിഞ്ഞു പോയ കാര്യത്തെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ സബ്ജക്റ്റ് ഇറ്റായതുകൊണ്ട് നമുക്ക് വേറെ പറ്റില്ല. അപ്പം വേറെ എപ്പോഴും യൂസ് ചെയ്യണത് എവിടെയാണ്? പ്ലൂറൽ സബ്ജക്റ്റിൽ ഒന്നിൽ കൂടുതൽ ഉള്ള ഒരു കാര്യം പറയുമ്പോഴാണ് നമ്മൾ വേറെ യൂസ് ചെയ്ത് എഴുതുന്നത്. ഇപ്പം കാര്യം ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വി, ദേ. അപ്പം അതിന് ഒന്നിൽ കൂടുതൽ, വി എന്ന് വെച്ചാൽ എന്താ? ഞങ്ങൾ, ദേ എന്ന് വെച്ചാൽ അവർ. അപ്പോൾ അതൊന്നിൽ കൂടുതലുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വേറെ യൂസ് ചെയ്ത് എഴുതാം. പക്ഷേ ഇവിടെ നമുക്ക് പറ്റില്ല. കാര്യം സബ്ജക്റ്റ് ഇറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വാസാണ് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്കിവിടെ എഴുതാം ഇറ്റ് വാസ്. ഇനി എന്താ എഴുതാൻ പോണേ? ഇറ്റ് വാസ് ഓൾ ജസ്റ്റ് ഒരു സ്വപ്നം, എ ഡ്രീം. It was all just a dream I had last night. ഇന്നലെ രാത്രി, അല്ലെങ്കിൽ നമുക്ക് യെസ്റ്റർഡേ നൈറ്റ് എന്ന് പറയാം. ഇപ്പം ലാസ്റ്റ് നൈറ്റ് ആണ് കുറച്ചും കൂടി സിമ്പിൾ ആൻഡ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസിൽ നമുക്ക് എഴുതാൻ പറ്റിയത്. ലാസ്റ്റ് നൈറ്റ് നമുക്ക് എഴുതാൻ പറ്റിയൊരു വേർഡാണ്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് വാസ് ഓൾ ജസ്റ്റ് എ ഡ്രീം ഐ ഹാഡ് ലാസ്റ്റ് നൈറ്റ്. ഇറ്റ് വാസ് ഓൾ ജസ്റ്റ് എ ഡ്രീം ഐ ഹാഡ് ലാസ്റ്റ് നൈറ്റ്. അപ്പം നമ്മളിവിടെ എന്ത് ഓപ്ഷന് നമ്മൾ സെലക്ട് ചെയ്തു? ഈസ്, വാസ്, വേർ ഉണ്ടായിരുന്നു. നമ്മൾ വാസാണ് സെലക്ട് ചെയ്തത്. കാര്യം വാസ് എന്ന് പറയുന്ന സിംഗുലാർ സബ്ജക്റ്റാണ്. ഇപ്പം ഹീ, ഷീ, ഇറ്റ് ഒക്കെ പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാസ് യൂസ് ചെയ്ത് എഴുതാം. പക്ഷേ വേറെ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നിച്ച് ഒന്നുകൂടെ പറയാം. അതെല്ലാം ഞാൻ ഇന്നലെ രാത്രി കണ്ട ഒരു സ്വപ്നം മാത്രമായിരുന്നു. ഇറ്റ് വാസ് ഓൾ ജസ്റ്റ് എ ഡ്രീം ഐ ഹാഡ് ലാസ്റ്റ് നൈറ്റ്. ഇറ്റ് വാസ് ഓൾ ജസ്റ്റ് എ ഡ്രീം ഐ ഹാഡ് ലാസ്റ്റ് നൈറ്റ്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ ക്ലാസ്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.